കാനഡയിലെ ഒരു ഹോം ഓണർ എന്ന നിലയിൽ നമ്മൾ വിൻ്ററിൽ വീടിൻ്റെ സേഫ്റ്റി ആയിട്ട് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അങ്ങനെ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളിൽ 2 പ്രധാന കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഫർണസ് പ്രവർത്തിക്കുന്നത് നാച്ചുറൽ ഗ്യാസിലായിരിക്കും മിക്കവാറും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഗ്യാസ് മീറ്റർ നമ്മൾ സ്നോയിൽ അത് കവർ ചെയ്ത് കിടക്കുകയാണോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ സ്നോ ഒക്കെ മാറ്റി ഗ്യാസ് മീറ്റർ എപ്പോഴും നമ്മൾ ക്ലിയർ ചെയ്തിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഗ്യാസ് ലീക്ക് ഉണ്ടാകാനും ഫർണസ് ഫെയിലർ ആകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ ഗ്യാസ് മീറ്ററിൻ്റെ ആ ഭാഗമെല്ലാം ക്ലിയർ ആയിട്ട് നോക്കണം. വിൻ്റർ ആയി കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ സൈഡിലേക്കൊന്നും അധികം ചിലപ്പം പോകാറില്ലായിരിക്കും. ഇതാണ് ഗ്യാസ് മീറ്റർ. അപ്പോൾ ഇത് സ്നോയിൽ കവർ ചെയ്ത് കിടക്കുകയാണോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കവർ ചെയ്ത് കിടക്കുകയാണെങ്കിൽ ഇത് മീറ്റർ കേടാകാനും വീടിനുള്ളിൽ ഗ്യാസ് ലീക്ക് വരാനും നമ്മുടെ ഫർണസ് കേടാകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ എപ്പോഴും ക്ലിയർ ചെയ്ത് ഇടണം. ഗ്യാസ് മീറ്ററിൻ്റെ ചുറ്റുമുള്ള ഭാഗമൊക്കെ ക്ലിയർ ചെയ്ത് സ്നോയിൽ കവർ ചെയ്താതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ഈ ഒരു വിൻ്റർ ആയി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഫർണസിൻ്റെ വെൻറ്റുകൾ. ഇത് സ്നോയി മൂടി ഇത് ബ്ലോക്ക് ആയിപ്പോയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീടിനുള്ളിൽ കാർബൺ മോണോക്സൈഡ് വരാനും അത് ഡേഞ്ചറായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വെൻറ്റുകൾ എപ്പോഴും വിൻ്ററിൽ ക്ലിയർ ആണെന്ന് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. അപ്പോൾ ഇത്തരത്തിലുള്ള കനേഡിയൻ ഹോം റിലേറ്റഡ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് അക്കൗണ്ട് ഫോളോ ചെയ്തോളൂ. ഹാവ് എ വണ്ടർഫുൾ ഡേ.